നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിൽക്ക് ബോൺ പാത്തോജൻസും അവ മൂലം ഉണ്ടാകുന്ന ഡിസീസസിനെ കുറിച്ചിട്ടുള്ള ഒരു MCQ സെക്ഷനാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രുസല്ലോസിസ് ഈസ് പ്രൈമർലി ട്രാൻസ്മിറ്റഡ്. ബ്രുസല്ലോസിസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, റോ വെജിറ്റബിൾസ്. Option B, boiled milk. Option C, unpasteurized milk. Option D, pasteurized milk. Correct answer, option C, unpasteurized milk. Unpasteurized milk വഴിയാണ് ബ്രുസല്ലോസിസ് ട്രാൻസ്മിറ്റ് ആകുന്നത്. അപ്പം നമുക്ക് ആദ്യം പാസ്ചറൈസേഷൻ എന്താണെന്ന് നോക്കണം. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം മിൽക്ക് അല്ലെങ്കിൽ ഫുഡ്, ബിവറേജ് ഇതിലൊക്കെ നോക്കും. ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം നശിപ്പിച്ച് കളയുന്ന മെത്തേഡാണ് പാസ്ചറൈസേഷൻ. മെയിനായിട്ട് 100 ഡിഗ്രിക്ക് താഴെയായിരിക്കും പാസ്ചറൈസേഷൻ നടക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പാസ്ചറൈസേഷൻ പ്രസൻ്റ് ആണ്. HTST, LTLT അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ HTSTയുടെ പാസ്ചറൈസേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 72 ഡിഗ്രി സെൽഷ്യസും 15 സെക്കൻഡുമാണ്. അതായത് 75 ഡിഗ്രി സെൽഷ്യസിലെ 15 സെക്കൻഡ് മാത്രമാണ് ആ മിൽക്കിനെ നിർത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ LTLT ആണെങ്കിൽ 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നമ്മൾ മിൽക്കിനെ ട്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ രണ്ട് പാസ്ചറൈസേഷനും നടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് pathogen cause Q fever and is transmitted through milk. ഏത് മൈക്രോ ഓർഗാനിസം ആണ് ക്യൂ ഫീവറിന് കാരണമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, കോക്സിയല്ല ബേൺറ്റി. ഓപ്ഷൻ ബി, ബ്രുസെല്ല അബോർട്ടസ്. ഓപ്ഷൻ സി, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്. ഓപ്ഷൻ ഡി, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കോക്സിയല്ല ബേൺറ്റി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് ടിപ്പിക്കലി മിൽക്ക് ബോൺ? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലെ ഏതാണ് മിൽക്ക് ബോൺ അല്ലാത്ത ഡിസീസ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻസർ ഓപ്ഷൻ. ഓപ്ഷൻ എ, ട്യൂബർകുലോസിസ്. ഓപ്ഷൻ ബി, ബ്രുസല്ലോസിസ്. ഓപ്ഷൻ സി, കോളറ. ഓപ്ഷൻ ഡി, ടൈഫോയിഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കോളറയാണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു മിൽക്ക് ബോൺ ആയിട്ടുള്ള പാത്തോജൻ വഴി കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. അതായത് ട്യൂബർകുലോസിസ് മിൽക്ക് ബോൺ ആണ്. മിൽക്ക് വഴിയായിരിക്കും ട്യൂബർകുലോസിസ് ട്രാൻസ്ഫർ ആകും. അതിന് കാരണം മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം ആണ്. രണ്ടാമത്തതാണ് ബ്രുസല്ലോസിസ്. ബ്രുസല്ലോസിസിന് കാരണം ബ്രുസെല്ല സ്പീഷീസ് ആണ്. റോ മിൽക്ക് വഴിയാണ് ബ്രുസല്ലോസിസ് ട്രാൻസ്മിറ്റ് ആകുന്നത്. പിന്നെ കറക്റ്റ് ആൻസർ ആണ് കോളറ. കോളറ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയാണ് കോളറ സ്പ്രെഡ് ആവുന്നത്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള ടൈഫോയിഡ്, കണ്ടാമിനേറ്റഡ് മിൽക്ക് വഴിയായിട്ടും ടൈഫോയിഡ് ട്രാൻസ്ഫർ ആകും. അപ്പോൾ ഇവിടെ മിൽക്ക് ബോൺ അല്ലാത്ത ഡിസീസ് ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കോളറയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, the process of rapidly heating and cooling milk to destroy harmful microbes is called. താഴെ തന്നിട്ടുള്ളതിലെ ഏത് പ്രോസസ്സ് വഴിയാണ് ഹീറ്റിങ്ങും കൂളിങ്ങും ചെയ്ത് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്നത്? ആൻസർ ഓപ്ഷൻസ്. ഓപ്ഷൻ എ, സ്റ്റെറിലൈസേഷൻ. ഓപ്ഷൻ ബി, ബോയിലിംഗ്. ഓപ്ഷൻ സി, പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ഡി, ഹോമോജിനൈസേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പാസ്ചറൈസേഷൻ.
നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ നടക്കുന്നത് 121 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്. ബോയിലിംഗ് 100 ഡിഗ്രി സെൽഷ്യസിലും. പാസ്ചറൈസേഷൻ നമ്മൾ പറഞ്ഞു ബിലോ 100 ഡിഗ്രിയിലാണ്. ഹോമോജനൈസേഷൻ വെച്ചാൽ ടോട്ടൽ മിക്സിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിലെല്ലാം ഒരു നിശ്ചിത ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. എന്നാൽ പാസ്ചറൈസേഷന്റെ കേസിൽ മാത്രമാണ് ഹീറ്റിങ്ങും ഒപ്പം തന്നെ കൂളിങ്ങും നടക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി നമ്മൾ സെലക്ട് ചെയ്തത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് കോസ്ഡ് ബൈ ബ്രുസെല്ല ഈസ് മിൽക്ക് ബോൺ? അതായത് താഴെ തന്നിട്ടുള്ളവയിലെ ബ്രുസെല്ലയ്ക്ക് കാരണമായിട്ടുള്ള ആ ഡിസീസിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ അൻഡുലന്റ് ഫീവർ, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി ക്യൂ ഫീവർ, ഓപ്ഷൻ ഡി ലെപ്റ്റോസ്പൈറോസിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൻഡുലന്റ് ഫീവർ ആണ്. ബ്രുസലോസിന്റെ വേറൊരു പേരാണ് അൻഡുലന്റ് ഫീവർ എന്നുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി ഇൻ മിൽക്ക്? പാലിലെ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ട് എന്നതിനെ ഏത് ടെസ്റ്റ് വഴിയായിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്? അതായത് പാസ്ചറൈസേഷന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് ഈ താഴെ കൊടുത്തിട്ടുള്ള ഏത് ടെസ്റ്റ് വെച്ചിട്ടാണ് ആ മിൽക്കിൽ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി കാറ്റലേസ് ടെസ്റ്റ്, ഓപ്ഷൻ സി മെഥിലിൻ ബ്ലൂ ടെസ്റ്റ്, ഓപ്ഷൻ ഡി റിസാസോറിൻ ടെസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലവട്ടം PSCയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ചറൈസേഷന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള മിൽക്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്നുള്ള എൻസൈം ഉണ്ടായിരിക്കും. നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ ഈ എൻസൈം ഇനാക്റ്റീവായി മാറും. അങ്ങനെയാണ് നമ്മൾ ആ പാലിൽ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്ന് മനസ്സിലാക്കുന്നത്. പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ടുള്ളതിൽ ഫോസ്ഫറ്റേസ് എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. പാസ്ചറൈസേഷൻ നടക്കാത്ത മിൽക്കിലെ ഫോസ്ഫറ്റേസ് ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി സെക്കൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള കാറ്റലൈസ് ടെസ്റ്റ്. കാറ്റലൈസ് ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മിൽക്കിൽ കാറ്റലൈസ് എൻസൈം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം ആ മിൽക്ക് സ്പോയിൽ ആയി എന്നാണ് അർത്ഥം. ഇനി തേർഡ് ടെസ്റ്റ് ആണ് മെഥിലിൻ ബ്ലൂ ടെസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകളാണ് ഈ 4 ഓപ്ഷനിലുള്ളതും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ്. മെഥിലിൻ ബ്ലൂ ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോബിയൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. റിസാസോറിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് മിൽക്കിന്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാൻ, അതായത് എത്ര മൈക്രോബിയൽ ലോഡ് അതിൻ്റെ ഉള്ളിലുണ്ട്, അതായത് എത്ര മൈക്രോ ഓർഗാനിസം അതിൽ പ്രസന്റ് ആയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള റിസാസോറിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പാസ്ചറൈസേഷന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡിസ്ട്രോയ്ഡ് ബൈ പാസ്ചറൈസേഷൻ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാസ്ചറൈസേഷൻ വഴി നശിപ്പിക്കാൻ സാധിക്കാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ മൈക്കോബാക്ടീരിയം ബോവിസ്, ഓപ്ഷൻ ബി കോക്സിയല്ല ബർണ്ടി, ഓപ്ഷൻ സി ബ്രുസെല്ല അബോർട്ടസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയൽ സ്പോർസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബാക്ടീരിയൽ സ്പോർസ് ആണ്. ബാക്ടീരിയൽ സ്പോർസിനെ നശിപ്പിക്കണമെങ്കിൽ സ്റ്റെറിലൈസേഷൻ തന്നെ ചെയ്യണം, അതായത് 121 ഡിഗ്രി സെൽഷ്യസിൽ. പാസ്ചറൈസേഷൻ എപ്പോഴും നടക്കുന്നത് 100 ഡിഗ്രിക്ക് താഴെയാണ്. അതുകൊണ്ടാണ് ബാക്ടീരിയൽ സ്പോർസ് ഇവിടെ സർവൈവ് ആകും എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പാത്തോജൻ മൈക്രോ ഓർഗാനിസം ആണ്, അതെല്ലാം പാസ്ചറൈസേഷൻ വഴി നമുക്ക് കില്ല് ചെയ്യാൻ സാധിക്കും. പക്ഷെ സ്പോർസിനെ മാത്രം കില്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. Which milk-borne pathogen can survive in refrigerated condition? താഴെ കൊടുത്തിരിക്കുന്നതിൽ
ഏത് മൈക്രോ ഓർഗാനിസം ആണ് മിൽക്കിനെ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സർവൈവ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ബ്രുസെല്ല അബോർട്ടസ്, ഓപ്ഷൻ ബി ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്, ഓപ്ഷൻ സി സാൽമോണല്ല ടൈഫി, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്. Correct answer option B Listeria monocytogenes. Ninth question, which test is used to estimate microbial load in milk? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മൈക്രോബിയൽ ലോഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി ബെനഡിക്ട് ടെസ്റ്റ്, ഓപ്ഷൻ സി ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി കോയാബുലേഷൻ ടെസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ടെസ്റ്റ് ആണ്. മൈക്രോബിയൽ ലോഡ് കണ്ടുപിടിക്കാനായിട്ടാണ് മെഥിലിൻ ബ്ലൂ ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ബി ഉണ്ട് ബെനഡിക്ട് ടെസ്റ്റ്. ബെനഡിക്ട് ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. പിന്നെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് പാസ്ചറൈസേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഓൾറെഡി പാലിൽ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. പാസ്ചറൈസേഷൻ കഴിയുകയാണെങ്കിൽ അത് നശിച്ചു പോയിട്ടുണ്ടായിരിക്കും, ഇനാക്റ്റീവ് കണ്ടീഷനിലായിരിക്കും, അല്ലെങ്കിൽ അത് പ്രസന്റ് ആയിരിക്കും. അപ്പോൾ പാസ്ചറൈസേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കോയാബുലേഷൻ ടെസ്റ്റ് ആണ്. അതായത് മിൽക്കിൽ എത്രത്തോളം സ്പോയിലേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. അതായത് മിൽക്കിന് കട്ട പിടിക്കും, അതായത് കേർഡ്ലിംഗ് ഇഫക്റ്റ് അവിടെ നടത്തിയിട്ടാണ് ഈ കോയാബുലേഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൈക്രോബിയൽ ലോഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നിർബന്ധമായിട്ട് കാണേണ്ടതാണ്.